വെടിക്കെട്ട് അപകടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കമ്മീഷൻ രൂപീകരിക്കുകയും അപ്പോൾ അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യും. അപ്പോൾ അവർ നിർത്തലാക്കാനല്ല ഒരിക്കലും പറയും, അവരതിന് എന്തെങ്കിലും മാറ്റങ്ങളോ നിർദ്ദേശങ്ങളായിരിക്കും തരുന്നത്. അങ്ങനെ അതിൻ്റെ പാറ്റേൺ മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശത്തിലാണ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ന്യൂസൊക്കെ കണ്ടിട്ടുള്ള അറിവ് കേട്ടോ, നേരിട്ട് കണ്ടിട്ടില്ല സംഭവം എങ്ങനെയാണ് ഏതാണെന്നൊന്നും. പക്ഷേ അതുകൊണ്ട് തന്നെ ന്യൂസിൽ കേട്ടിട്ടുള്ള അറിവിലൊരു കാര്യം പറയാം. ഇപ്പോൾ തന്നെ ഈ തൃശ്ശൂർ വെടിക്കെട്ട് പുര 3 പാർട്ടായിട്ട് ഇരുന്നിട്ട് 3 പാർട്ടായിട്ടാണ് തൊഴിലാളികൾ ജോലിയും എടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അതായത് 3 പാർട്ടായിട്ട് തിരിച്ചിട്ട് അവിടെ എല്ലാം തൊഴിലാളികൾ ഉണ്ടെന്നർത്ഥം. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ 3ഓ 4ഓ പാർട്ടായിട്ട് തിരിക്കണം, അത് ഫുള്ളി കവർ ചെയ്തിട്ടും ആവണം. നമ്മൾ ആദ്യം നിർമ്മിക്കുന്നത് മാത്രം കുറച്ച് ഓപ്പൺ ആയാലും കുഴപ്പമില്ല. ബാക്കി വരുന്ന ഒരു 3 പാർട്ടായിട്ടുള്ള ആ റൂമിൽ മുഴുവൻ നമ്മൾ നിർമ്മിച്ച പടക്കങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം അപ്പോഴപ്പോഴാ പാർട്ടായിട്ട് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അത് കവർ ചെയ്ത് നല്ലപോലെ അടയ്ക്കുക. ആ റൂം അങ്ങ് അടയ്ക്കുക. നല്ലപോലെ താക്കോലിട്ട് പൂട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ കാലം അങ്ങനെയാണല്ലോ, മനുഷ്യൻ തന്നെ മനുഷ്യനെ കൊല്ലുന്ന കാലമാണ്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ പാർട്ട് തിരിഞ്ഞിരുന്ന എല്ലാ മുറികളിലും ജോലി എടുക്കുന്നതിനേക്കാളും ഉണ്ടാക്കിയ പടക്കങ്ങൾ സേഫായിട്ട് ആ പാർട്ട് തിരിച്ചിരിക്കുന്ന 3 ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം ഈ 4ാമത്തെ പാർട്ടിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. അത്രയ്ക്കുള്ള പടക്കങ്ങൾ നിർമ്മിച്ചാൽ മതി, ഒരുപാട് ഓവറായിട്ട് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് തോന്നി കേട്ടോ. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ കുറവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കവർ ചെയ്തേക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് അത് പൂർണ്ണമായിട്ട് ഉണ്ടാക്കി ഉണക്കി റെഡിയാക്കിയ സെറ്റാക്കിയ പടക്കങ്ങളെല്ലാം മാറ്റണം. ഇപ്പുറത്തെ ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് അത് കാണാനേ പാടില്ല. മറ്റ് ഗുണ്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ഗുണ്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടകരമായിട്ടുള്ള ഗുണ്ടൊന്നും വേണ്ട, ഒരു ചെറിയ രീതിയിലുള്ളതൊക്കെ മതി. എന്നാലും കാഴ്ചയ്ക്ക് ഭംഗി ഉണ്ടാകുമല്ലോ. അതിനിപ്പോൾ ഒരുപാട് വലിയ അപകടം നിറഞ്ഞ രീതിയിലുള്ളതൊന്നും വേണ്ട. വളരെ അളവും കുറയ്ക്കുക, നിർമ്മിക്കുന്നതിൻ്റെ അളവും കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങും, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സേഫായിട്ട് അതിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പടക്കം വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരുപാട് പടക്കം നമ്മൾ വാങ്ങിയിട്ട് അതങ്ങ് മാറ്റി ദൂരെ വെക്കും. വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ സേഫ് അല്ലാത്ത ഭാഗത്തേക്ക് എടുക്കുകയുള്ളൂ. പൊട്ടിക്കാനും തീ ഒക്കെ എടുക്കുന്ന ഭാഗത്തേക്ക് കുറച്ച്. അതുപോലെ തന്നെ വെക്കുന്ന സ്ഥലത്തിൻ്റെ ഇത് കൂട്ടുക. അതുപോലെ അളവും കൂടുന്നതിനനുസരിച്ച് അത് സേഫായിട്ട് അതിനെ സേഫാക്കി വെക്കാനുള്ള ഒരു സംഭവം, അതാണ് വേണ്ടത്. ഇത് എല്ലാം കൂടി എല്ലായിടത്തും ഇരുന്നുകൊണ്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പുതിയതും പഴയതും എല്ലാം കൂടി അങ്ങനെ ഇട്ടാൽ എത്രത്തോളം ഇതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ സ്പാർക്ക് മതി, കണ്ടോ, എല്ലാം ഇതാവും. നേരെ മറിച്ച് അപ്പോൾ ഒരു 4 പാർട്ടീഷൻ വേണം. അതിൽ 1ാമത്തെ പാർട്ടീഷനിൽ മാത്രം വർക്ക് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം നിർമ്മിച്ച പടക്കങ്ങൾ അടച്ചുപൂട്ടി സേഫാക്കാനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ അപകടങ്ങൾ കുറയുമെന്നൊരു ഇത് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇത്രത്തോളം ഉള്ള പടക്കം നിർമ്മിക്കാൻ പാടില്ല. അതിൻ്റെ അളവ് എന്തായാലും കുറയ്ക്കുക തന്നെ വേണം, എന്നാലേ നമ്മുടെ കയ്യിൽ നിൽക്കുകയുള്ളൂ. അല്ലാതെ ഇത്രത്തോളം ബണ്ടിൽ കണക്ക് ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. ഇതൊരു സേഫ്റ്റി സൈഡ് ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കഴിയുന്നത് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇത് വളരെ അപകടം നിറഞ്ഞൊരു ജോലിയാണ്. ഇപ്പോൾ ചെറിയ സ്പാർക്കാണെങ്കിൽ കൂടി ഉണ്ടായാൽ വളരെ സീരിയസ് ആവുന്നൊരു സ്ഥിതിക്ക്, ഡേഞ്ചർ ആവുന്ന സ്ഥിതിക്ക് നമ്മൾ കഴിയുന്നത് ഇത് വേണ്ടാന്ന് തന്നെയാണ് ഒരു അഭിപ്രായം.